ഹലോ ഗായ്സ്, ബാഡ് ബോയ് ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അവിടെ കാണുന്ന മുകളിലേക്കുള്ള സ്റ്റെപ്പ് നേരെക്കുകയാണ്. അതിനു വേണ്ടി ഞാൻ കുറേ ഓഫ് ക്യാമറയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇത് നമ്മൾ ചെയ്താൽ അറിയാലോ. ഇന്ന് നമുക്ക് 20 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഗോയ്സ്. എത്ര പെട്ടെന്നാണ് 20 ആയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇന്നലെ മുമ്പായിരിക്കും നോക്കിയപ്പോഴാണ് കണ്ടത്. സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഉച്ചത്തിലേക്ക് കടക്കാം. നമ്മളിതാ ഇവിടെ സൂപ്പർ സ്മെൽറ്ററിൽ ഒഴിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തു. ഇവിടെ കുറേ ഉണ്ട്. എന്താ കിട്ടാത്ത അത് സ്റ്റാക്കായല്ലേ. നമുക്ക് ഏതപ്പോൾ കളയാം. ഇത് പൊറ്റക്കുള്ളത് ഏതാ? ഓക്കെ, മണ്ട് 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 സാപ്ലിങ് എടുക്കുക. ഇതിവിടെ ഒന്നിവിടെ പിന്നെ നമ്മളെ കയ്യിലുള്ള ബോൺ വീൽ എടുക്കുക. 2 പ്രാവശ്യം നോക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ 2 കട്ട ഫ്രീ ആയി എടുക്കുകയാണ്. അപ്പം നമുക്ക് ഇനി ആക്കി എടുക്കാം. പിന്നെ അതും മാത്രമല്ല, നമുക്ക് ഈ സ്റ്റോൺ ഇവിടെ ഉരിക്കാൻ വെക്കണം. എന്നിട്ട് ഇത് കട്ട വെക്കണം. എന്നിട്ട് ഇതിൽ ഇത് ഇവിടെ വെക്കുക. ഇല്ല വേണ്ട, ഞാൻ ഒരു കട്ടെ വെള്ളയൊക്കെ നമുക്ക് ഇവിടെ പോയിട്ട് കട്ടർ മെഷീനിൽ വെച്ച് കട്ട് ചെയ്യാം. വെക്കുന്നു, ഇതിൽ പോകുന്നു, സ്റ്റോൺ ബ്രേക്ക് എടുക്കുന്നു. പിന്നെ കുറേ ആവശ്യമുണ്ട്. അവിടെ കുറേ അപ്ഗ്രേഡൊക്കെ ഞാൻ കൊണ്ടുനിൽക്കുന്നു. അത് കാണിച്ചു തരാം. അപ്പോൾ വരാം ഗൈസ്. നമ്മളെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ബാക്കി വെക്കാണ്ട് അതോടെ വെച്ചിട്ട് അതാ ഒരേ സ്ലാബ് ഉണ്ടാക്കി ഗൈസ്. ഓരോ മണ്ടത്തരങ്ങൾ നമ്മളത് കുറേ ചെയ്യണം. എന്താ വെച്ചാൽ മുകളിലെത്തണം. എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കി പോകണം. എവിടെ അതോ കാണാനില്ല. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കി പോവും. എന്നിട്ട് ഇവിടെ ഒരു വലിയ കാടം പോലെ ഉണ്ടാക്കും. എന്നിട്ട് ആ തലക്ക് ഇവിടെ അല്ല, എവിടെ ആണ്ടോ ഇവിടെ ഞാൻ 4 കട്ട വീതി കൂട്ടിക്കണേ. അതായത് ഇവിടുന്ന് ഡിസൈനാണ്. ഇവിടുന്ന് ഞാൻ 2 കട്ട, ഇവിടുന്ന് 4 കട്ട. രസം ഉണ്ടായിരിക്കും. മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കണ്ടോ അവിടെ അവിടെ വലിയൊരു കവാടം ഉണ്ടാക്കണം. എന്നിട്ട് സോമ്പുകൾ ഇറങ്ങിയിട്ടുണ്ടാവുമോ? ഇറങ്ങിക്കണേ. എടുത്തിട്ട് ഇവിടെ വെക്കാം. ഒന്നിവിടെ ഓരോ സോമ്പി കണ്ട് മണ്ടട്ടെ. നമ്മളെ ഹങ്കർ കുറഞ്ഞിക്കണ്. നമ്മളൊക്കെ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല. രാവിലെ ആയിട്ട് നമുക്ക് അവിടെ പോയിട്ട് പന്നിയോടെ കൊല്ലാം. അവിടെ നല്ല ഫാസ്റ്റ് വാടാൻ വയ്ക്കുന്നുണ്ട്. അതാണ് ഈ സ്റ്റെപ്പിൻ്റെ ഗുണം. നമുക്ക് ഫാസ്റ്റ് വാടാൻ വയ്ക്കൂല. നമ്മളെ ഹങ്കർ കഴിഞ്ഞിക്കണ്. നമ്മളിതോടെ വെച്ചിട്ട് തിന്നാം. നമ്മളതിൻ്റെ മുമ്പിൽ പോയിട്ട് തിന്നണം. ഓക്കെ, വേറെ ഫുള്ളായിട്ട് എനിക്ക് എടുക്കാം. ഇതെന്താണ് ഈ സൗണ്ട്? കുറേ നേരം നോക്കണം. സെറ്റിങ്സിൽ പോയിട്ട് ഓഫാക്കാം. ഓഫല്ലേ അറിയില്ല. കുറച്ച് കുക്ക് ചെയ്യാണ്ട് ഇത് ഇവിടെ വെച്ചിട്ട് നമ്മൾ കറച്ചുണ്ടോ ഒരു കോളുണ്ട്. അതുകൊണ്ട് കുപ്പ് കേക്കുകളും ഒക്കെ പുറത്ത് പോയിട്ട് കുറേ പന്നികളൊക്കെ ഒന്ന് വരാം. നമ്മൾ ചാടിനെ കണ്ടിട്ട് പോയി പ്രോ കണ്ട പ്രോ ഇതാണ് പ്രോ. ഇതാണ് പറയുന്നത് പ്രോ. കണ്ട മണ്ടണൊക്കെ ജെറ്റിട്ട് പോലെയാണ് മണ്ടണത്. നമുക്ക് മൈൻ ചെയ്യണോ അതോ നമുക്ക് പന്നികളെ കൊന്നിട്ട് മൈൻ ചെയ്യാം. മണ്ട് നമുക്ക് കുറേ മൈൻ ചെയ്യാണ്ട്.
നിങ്ങൾക്ക് ഇതേപോലത്തെ കുറേ വീഡിയോ കാണുമെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനലിൽ കയറിയാൽ മതി. ഇതേപോലത്തെ കുറേ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മളിനി എന്ത് ചെയ്യാൻ അവിടെ വന്നിക്കണ്? 418 പോയി തെറ്റണ്ട. 418 ഇപ്പോൾ ഒന്നും പന്നിയോളെ കാണാമല്ലോ. ഇതാ എടുത്തു പോയി. അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാൻ പാടില്ല. ആ ട്രേഡർ വന്നിക്കണ്. എന്തൊക്കെ തന്നെ കിട്ടുക? എമറാൾഡ് കൊടുക്കണോ? എനിക്ക് ആവശ്യമില്ല. അവിടെ തരും. നമുക്കിതാ പന്നി കിട്ടി. പന്നീനെ കിട്ടി. അങ്ങനെ പന്നീനെ വന്നിക്കണേ. വേറെ പന്നിയുണ്ടോ? അവിടെ ലാവ ഒഴുകണേ. നമ്മളൊക്കെ ബക്കറ്റില്ലേ, ബക്കറ്റ് എടുക്കാൻ പറഞ്ഞല്ലോ. നമുക്ക് ഇൻഫിനിറ്റി ലാവ ഇതിനാക്കിയാലും പോലെ കാര്യം. അപ്പം നമുക്ക് ഒരു ഇതുണ്ടാക്കാം. എവിടെയാണ് തോൽക്കണേ? ഇതെവിടുന്ന് ഒഴുകണേ? അവിടെയാണല്ലേ ലാവ പോയി ഗൈസ്. അവിടെ പന്നിയുണ്ട്. ആ പന്നി അങ്ങ് തട്ടിയേക്കാം. ടിങ് ടോങ്. 2 പന്നിയുണ്ട്, 3 പന്നിയുണ്ട്. നമുക്കൊന്ന് ലക്കാണ് ഗൈസ്. കൊന്നിട്ടുണ്ട്. ചാടി അടിക്കുമ്പോഴുള്ള ഡാമേജ് കൂടും. അതുകൊണ്ടാണ് പന്നികൾ ഒറ്റയടിക്ക് ചാവുന്നത്. ഓടി വന്ന് അടിച്ചാലും ചാവും. ഇത് വേറൊന്ന്. ഉണ്ടോ? അടിക്ക് തെറിച്ചട് പോയി. തെറിക്കും പവറാണ്. ഇത് വേറെ അവിടെ ഉണ്ട്. ആ പന്നികളല്ല, മുഞ്ചി സാരമില്ല. 2 ആളുകൾ സ്പോൺ അയക്കണേ. ആടുകളെ അങ്ങ് തട്ടിയേക്കാം. ചാടി ടിങ്. ആടങ്ങനെ കത്തമാക്കിയിട്ടിരുന്നു മറ്റേ ആട്. അത് നല്ല ഫാസ്റ്റ് അടിച്ചുകൊണ്ട് കറങ്ങി വീണു. ഈ പന്നികൾ സ്പോൺ അയക്കണേ. അങ്ങനെ ഒരു പന്നിനെ വന്നു. മറ്റേ പന്നി പന്നിനെ വന്നിരിക്കുന്നു. അവിടെ വേറെ പന്നി സ്പോണായി. ഇങ്ങനെ കൊല്ലുകയാണെങ്കിൽ നമുക്ക് കുറേ ഫുഡ് കിട്ടും ഗൈസ്. അവിടെ എന്താ സ്റ്റോണ്? അവിടെ ലാവ ഉണ്ടാവുമോ? ഉണ്ടാവേണ്ടതാണല്ലോ. സ്റ്റോണല്ലേ? ലാവ കണക്ക് ലാവ. എന്നൊക്കെ ഇൻഫിനിറ്റി ലാവ പൂൾ ഉണ്ടാക്കാം. നമുക്ക് കുറേ ലാവ കിട്ടും. ലാവിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചോ, നമുക്ക് പോർട്ടൽ ഉണ്ടാക്കാം. ഇതാ കിട്ടിയോ? കിട്ടി. 16 മീറ്റ് ഉണ്ട് നമ്മളേക്കിപ്പോൾ. ഒന്നും പോരാ. എൻ്റെ വയറ് അറിയില്ലേ, വലുതാണ്. ഇത്ര മതി നമുക്ക്. ഈ മലൻ്റെ മുകളിലാണ് നമ്മളെ വലിയ കൊട്ടാരം ഇരിക്കുന്ന ഒരു കുഞ്ഞ ഹോളുള്ളത്. ഇവിടെ സ്റ്റോൺ ഉണ്ട്. ഇവിടെയൊക്കെ ലാവ ഉണ്ടാവുമോ? കുഴിച്ച് നോക്കിയാലോ? ഇല്ല ഗൈസ്, ലാവൊന്നുമില്ല. പുറത്തെങ്ങനെ പറ്റിക്കാനായിട്ട് ഇവരെ കൊണ്ടൊക്കെ തോറ്റ്. ഇവിടെ എവിടെയാണ് നമ്മളെ ഹോൾ? ഇവിടെ അല്ല. 4013 413 ഒരച്ച് കിട്ടിയിരിക്കണേ. ടിങ്. നമ്മളെ കൊട്ടാരം, അത് വലിയ കൊട്ടാരം ഇരിക്കുന്നത് ഇതവിടെയാണ്. അതാ ബീഫ് നല്ല പൂതി.
improve guys, improve. ചാടി ചാടി മണ്ടണം. നമുക്കിവിടെ കൊയിച്ചേക്കാം. പെരുന്നാൾ കുപ്പായും ഹോയ് ഹോയ് ദുംദന ദുംദന ദുംദന. എൻ്റെ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും മദ്രസയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വെറുതെ പറഞ്ഞാണ്, ചെയ്തോളി, പ്രശ്നമില്ല. നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് മെയിൻ ചെയ്തിട്ട് എവിടെ എത്തും എന്തോ. ഇങ്ങനെ പോയ ഗൈസ് വലിയ യൂട്യൂബറാവും. ബൽദല്ല, ബൽദ് ബൽദ് നല്ല ബൽദാണ്. പിന്നെ പിടിച്ചാൽ കിട്ടൂല ഗൈസ്. ബാഡ് അടിക്കുമ്പോഴേക്കും പോയി ഗെയിമിങ് 1014 വരും. മക്കളെ ഞെട്ടിത്തരിക്കും, മക്കളെ ഞെട്ടിത്തരിക്കും. അല്ല അപ്പം എങ്ങനെ വെക്കുന്നുണ്ട്? ആ ഒന്ന് മൈൻഡ് ചെയ്ത് പോവാല്ലേ. അതാ അവിടെ പൊട്ടിക്കാൻ പാടില്ലായിരുന്നില്ല. പൊട്ടിക്കാമായിരുന്നു. ഈ ഗ്രാവല് എന്താ പറയുക, ഗ്രാവലല്ലേ. യൂട്യൂബിൽ നോക്കണോ? വേണ്ട, പ്രോ പ്ലെയറാണ്, നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേതാ കുറേ ഉള്ളത്? മഴ അതിൻ്റെ പേര് ഗ്രാവൽ തന്നെയാണ് ഗൈസ്. കണ്ടോ, യൂട്യൂബ് നോക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാണ് വെറുതെ യൂട്യൂബ് നോക്കി നെറ്റ് കളയേണ്ട ആവശ്യം? വെറുതെയാണ്. നമ്മൾ ഇവിടെ കുറേ പൊട്ടിക്കണം, പൊട്ടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഹലോ ഗൈസ്, നമ്മൾ വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഫുള്ളാണ് പൊട്ടിച്ചിട്ടു. നമുക്ക് വേണ്ടത് ഈ സൈഡ് ഫുള്ള് എന്താ ഈ ബ്രിക്ക് വെക്കണം. അത് രസമുള്ള ബ്രിക്കാണ്. ഇപ്പോൾ കണ്ടോളി, ഞാൻ ഫാസ്റ്റ് പോകുമ്പോൾ ഈ മുകളിലത്തെ അതൊക്കെ എടുത്ത് മാറ്റണം. അതായത് ഈ അണ്ണനുള്ള പോലെ കണ്ടോ എന്ത് ഫാസ്റ്റാണ്. കാരണം ഇവിടെ വലിയൊരു കവാടം, ആ കവാടത്തി ഉള്ളിൽ കൂടെ വരുമ്പോൾ ചെറിയ മൈനിങ് ഏരിയ, വലിയൊരു കേവ്. അതിലിങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു മൈനിങ് ഏരിയ കാര്യം ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ കറങ്ങി 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 പോയിട്ട് പിന്നെ ഈ കുയ്യൊക്കെ ഇട്ടിരിക്കണത് ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ ഫുള്ള് ഈ ഒരു കാപ്പി സാധനത്താ എൻ്റെ പേരത്തറിയോ, ഡേട്ട് അങ്ങനെ സാധനം കുറേ വെക്കും. ഇപ്പം മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവണ്ട, എനിക്ക് അങ്ങനത്തെ ദൃഢ്യമൊന്നുമില്ല. ഈ എത്ര മിനിറ്റ് കാത്തിക്കണം. ടിങ് ഡോങ് ഡിങ് ഡോങ് ഡിങ്. നമുക്ക് സ്റ്റോണല്ലേ, ഈ സ്റ്റോൺ ഒഴിക്കട്ടെ. സ്റ്റോറേജിൽ നമുക്ക് അയൺ വെക്കണം, ഗ്രാവൽ വെക്കണം, പിന്നെ ലാവ ബക്കറ്റ് വെക്കണം. പിന്നെ ഇത് കണ്ടോ ഗൂയ്സ്, ഇത് കണ്ടോ എടുക്കുന്നത് എന്താണ്? നീല കളറിലുള്ള കോയിൻ്റെ മുട്ട അങ്ങനെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അടിക്കും. നമുക്ക് അമ്പുണ്ടാക്കണം കേട്ടോ ഗൂയ്സ്. ഫോർച്യൂൺ 3 ഉള്ള വിക്കാക്സ് മാത്രമേ ഇപ്പം എൻജാനിങ് ആയിട്ടുള്ളൂ. അതൊക്കെ നമുക്ക് മാറ്റി പിടിക്കണം. നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. ഒരു 6 കോൾ എടുത്തിട്ട് ഇതിൽ നെക്കിയിട്ട് ഇതിലിങ്ങനെ വെക്കണം. ടൈൽ ഫ്രൈ ആവട്ടെ. ഇതിൽ പോയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ എവിടെ ഇതിമ നോക്കിയിട്ട് അതാ എന്ത് മണ്ടന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? വെക്കണം. ഓ അങ്ങനത്തെ സെറ്റിങ്സ് ഇതിലുണ്ട്. നെക്കി പിടിച്ച പറന്നിട്ടും നമുക്ക് അതിനെടുക്കാം. അതിലില്ല,
അതിലില്ല, അതിലില്ല. ഉണ്ട് ഉണ്ട് ഉണ്ട്, ഇതിലുണ്ട്. സ്റ്റാക്ക് ഉണ്ട് ഇതിൽ. പോയിക്കട്ടെ. എന്നാലും ഇങ്ങോട്ട് നോക്കി. ഒരു സ്റ്റാക്ക് ഇതാ, ഒരു സ്റ്റാക്ക് ഇതാ. പണത് നാം റിച്ച്. മണ്ടി ചാടി. ഓ ഫാസ്റ്റൊക്കെ ഇവിടുന്നുണ്ടോ? ആ അത്രയുള്ളൂല്ലേ. നമുക്ക് കുറേ ആട് പോവാം. എന്നാലേ കുറച്ചും കൂടി പുതു ഞാനൊരു പൊട്ടത്തരം കാണിച്ചു തോന്നുന്നു. ഇല്ല, അറിയാലോ നമ്മളങ്ങനെ കാണിക്കാറില്ല. പ്രോ പ്ലെയർ അപ്ലോ ഇങ്ങനെ സെറ്റിങ്സ് ഉണ്ടോ? നമുക്കിങ്ങനെ വെക്കാൻ കുറേ വേണ്ട, രസമില്ല. കോമഡികളാകുമ്പോൾ പതുക്കെ ചെയ്താൽ മതി. ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിമ്മ വെക്കുമ്പോൾ കണ്ടോളി, ഈ ഒറ്റ കട്ടമ്മ വെക്കുമ്പോൾ ചിരിഞ്ഞിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഇനി അതെടുത്തിട്ട് ഈ താഴത്ത് കട്ടണയ്ക്ക് വെക്കായിരുന്നു, ഇതിമ്മ ചായ വെച്ചാൽ ഇങ്ങനെയാവും. അതിപ്പോൾ ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ പൊട്ടിക്കണം. ഇട്ട് കണ്ടോ, ഇതിമ്മ വെക്കുമ്പോൾ ഒന്നുമില്ല പോയി കണ്ടില്ലേ. ഈ കട്ടം വെക്കുമ്പോൾ അങ്ങനെ, ഇതിമ്മ വെക്കുമ്പോൾ അങ്ങനെ അങ്ങനെ. സോറി, ഞാൻ ആദ്യം ചെയ്തപ്പോൾ എൻ്റെ തെറ്റാണ്. ഇല്ലാതെ ഇങ്ങനെ സെറ്റിങ്സ് ഒന്നുമില്ല. എന്ത് പൊട്ടനാ, ഇങ്ങനെ പൊട്ടൻ പോലെ കളിച്ച പൊട്ടനാവില്ലേ പൊട്ട. ഇങ്ങനെ പൊളിച്ച് കൊണ്ടാവുന്നുണ്ട്. എത്ര എത്തുമോ എന്തോ. ഇട്ട് പേടിയാ. റിയൽ ലൈഫിൽ ഇട്ട് പേടിയാണ് ഗൈസ്. കിടന്നുറക്കുമ്പോൾ ഇട്ട് പേടില്ല, ചില ടൈമിൽ പേടിണ്ടാവും. സാരമില്ല. ഇത് ഇവിടെ വെക്കണം. ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് പേടില്ല. മൈൻക്രാഫ്റ്റിലേക്ക് ഒന്നും പേടില്ല. ഡയമണ്ട് ഇട്ടിട്ട് കഴിഞ്ഞാൽ കേവൊക്കെ അറിയാം, അത്രക്കും പേടില്ല. റിയൽ ലൈഫിൽ സൈക്കിളുമ്പോൾ കയറാൻ വരെ പേടിയാണ്, ഡബിൾ ഇരിക്കുമ്പോൾ കേട്ടോ. ചിക്കന്മാരല്ലെങ്കിൽ ഏതെങ്കിലും കൊണ്ടുകൊണ്ടേ കാര്യം പറയാ. ഓണെ എല്ലാ കാര്യം നമുക്ക് ഈ സ്റ്റെപ്പ് കുറേ വെക്കണം, അല്ല നമ്മളെ പെര ആയിട്ടൊക്കെ ആവുള്ളൂ. പെര അഥവാ വഴി. എന്ത് രസമാണ് ഇങ്ങനെ വെക്കുമ്പോൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻ പിടിക്കാൻ അറിയാമോ? മീൻ എങ്ങനെ കിട്ടുമെന്നറിയാമോ? എന്നാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ മീൻ പിടിച്ചിരിക്കുക. ഞാൻ ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് വെച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അല്ല ഗൈസ്, അവിടെ ഞാൻ വെച്ച് വന്നിട്ട് എത്തി. നിങ്ങൾ ലൈക്ക് ചെയ്യൂ, പെട്ടെന്ന് ചെയ്യാൻ. ഇത് പറയാൻ വേണ്ടി വന്നതാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ലെങ്കിൽ എന്ത് വായിക്കാത്തത് കയറാൻ ഒരു പന്നി മനസ്സറിഞ്ഞു വന്നു. ഇങ്ങനത്തെ ഓരോ കുന്ത്രാണ്ടെങ്കിൽ നമ്മൾ ക്ലിയറാക്കി ചെയ്യണം, അല്ലെങ്കിൽ ഒരു സുഖമില്ല. എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം. നമ്മളിത് ഫുൾ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഹലോ ഗായ്സ്, ഇതെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ മോഡലുള്ള കവാടം. ഇങ്ങനെയൊക്കെ. പിന്നെ ഇവിടെ ഒരു പെര പോലെ പെര. പിന്നെ ഇവിടുന്ന് അടിയിക്കുണ്ടാവും ഒരു എന്താണ് സ്റ്റെപ്പ് പോലെ. അവിടെ വലിയൊരു പോർട്ടലും പിന്നെ ഇങ്ങോട്ട് സ്റ്റെപ്പ് പോലെ ഉണ്ടാവും. അവിടെ നമ്മളെ ആവശ്യപ്പെട്ട സാധനങ്ങൾ മാത്രമൊക്കെ ഉള്ള സ്റ്റോറേജും ആണ് നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റ്. നമ്മളെ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഹലോ ഗായ്സ്, ഇവിടെ ഫുള്ള് ഞാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയും വെക്കണം. അത് ഞാൻ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇത് ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനും അപ്ഡേറ്റുകൾ ചെയ്തേ പറ്റുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ പുറത്ത് ബോഡിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ വരാം.
ഹലോ ഗായ്സ്, എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. കുറേ നേരം അവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തു, കവാടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാണിച്ചിട്ട് അതിൻ്റെ ഡിസൈനൊക്കെ. ആദ്യം വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് സ്റ്റോറേജ് കുറച്ചൊന്ന് ക്ലീൻ ആക്കട്ടെ. എന്താ നിറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കുറേ ഇത് വേണം. 92 ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കണേ പറയുന്നില്ല. കുറച്ച് സ്റ്റെപ്പ് ഉണ്ടാക്കിയ കുഴപ്പമില്ല ഉണ്ട്. ഓക്കെ, നമുക്ക് കാണിച്ചു തരാം. നമുക്കല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കണ്ടിക്കണേ ഉണ്ടോ? ഇവിടെ ഫുള്ള് ക്ലീനായി. ഇതാണ് ആ കവാടം. ഞാൻ കുറച്ച് മുമ്പ് പോയിട്ട് കാണിച്ചു. കണ്ടാന്ന് കവാടം എന്ത് രസമാണ്. ഒരു രസമില്ല. ഞാൻ ഉണ്ടാക്കിയെങ്ങനെ ഞാൻ ഒരു രസമില്ല. ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ഞാൻ പറയും. നല്ല രസമുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിലൊന്ന് ഇങ്ങനെ 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 സ്പൈന് നിൽക്കുന്ന പോലെ ഉണ്ടാക്കണം. ഇല്ല, അഥവാ സ്പൈൻ ഉണ്ടാക്കണം. സ്പൈനെന്ന് പറഞ്ഞാൽ അറിയില്ലെങ്കിൽ അറിയണ്ട, ഇക്കൊറിയില്ല. സ്പൈനെന്ന് പറഞ്ഞാൽ മൂർച്ച, അല്ലെങ്കിൽ ബാക്കിൽ പൊന്തിക്കണം. ബാക്കിലല്ല, അപ്പോൾ പറഞ്ഞു വന്നത് ഇക്കറിയില്ല. പിന്നെ കുറയില്ല. ഇതങ്ങോട്ട് പൊട്ടിച്ച് കളയാം. ഒരിത് ഈ നമ്മൾ കാട്ടുന്നത് ഇവിടെ ഇങ്ങനെ വെച്ച് ഫില്ലാക്കാം. കാണുമ്പോൾ രസമുണ്ടാവും, കാണാതെ ഇരിക്കുമ്പോഴും രസമുണ്ടാവും, എങ്ങനെ നോക്കിയാലും രസമുണ്ടാവും. നമുക്കതല്ലേ വേണ്ടത്. നമ്മളൊക്കെ രണ്ടെണ്ണമുള്ളെന്ന് വിചാരിക്കും. അല്ല, നമ്മളെയൊക്കെ വേറെ ബുദ്ധിയുമുണ്ട്. അതാ ബുദ്ധി മുഞ്ചോ. കണ്ടോ ബുദ്ധി നോക്കി, നിങ്ങളിൻ്റെ ബുദ്ധി നോക്കി. എന്ത് രസമായിട്ടപ്പോൾ ഉണ്ടാക്കിക്കണേ. നമ്മളെ ഈ ഒരു കൊട്ടാരം എന്ന നിലയിൽ കുറച്ച് ടോർച്ചൊക്കെ വെച്ച് അലങ്കരിക്കണം. ഇതെന്തുകൂടെ 2 ടോർച്ചൊക്കെ. അത്ര വലിയ റിച്ചൊന്നുമല്ല, അത്ര വലിയ റിച്ചോ ആവണ്ട. അപ്പോൾ നമ്മളെ കൊട്ടായത്തിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള ടൈമായിരിക്കുന്നു. സോറി, ചെയ്തത് തെറ്റിപ്പോയി. അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ ലോങ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ബാഡ് ബോയ് ഗെയിമിങ്ങിൻ്റെ 4ാമത്തെ എപ്പിസോഡിൻ്റെ 5ാമത്തെ എപ്പിസോഡിൻ്റെ വീഡിയോ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ ബൈ. ബൈ ബൈ.